എന്നോട് ചോദിച്ചാല് നീ ചെയ്ത് തെറ്റാ. ആരാന്റെയും കാശെടുത്ത് മറിച്ചല്ലോ നീ മീൻ വാങ്ങിച്ചത്. അതൊന്നാമത്തെ തെറ്റ്. 2, നിയമപ്രകാരം വേറൊരുത്തന് മീൻ വാങ്ങിക്കാൻ അവകാശമുള്ളിടത്ത് നീ ചെന്ന് മീൻ വാങ്ങിച്ചു. ഇത് രണ്ടുമാ ദൈവം തമ്പുരാന് തീരെ പിടിക്കാതെ പോയത്. തുടങ്ങി. ഇവിടെ ഇപ്പൊ ഇതിയാനോട് ആരും ഒന്നും ചോദിച്ചില്ലല്ലോ. അവിടെ ഇരുന്ന് സന്ധ്യാനാമം എത്തിക്കെന്റെ മനുഷ്യ. നീ ഇങ്ങ് വന്നേ മോനെ. എന്റെ മോൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഒരു മേൽഗതിക്ക് വേണ്ടിയല്ലേ നീ അത് ചെയ്തത്. അതിലൊരു തെറ്റുമില്ലെന്നേ. പിന്നെ കച്ചവടം നടന്നാലല്ലേ മേൽഗതി ഉണ്ടാവൂ. അതിന് അവന്മാര് സമ്മതിക്കണ്ടേ അമ്മച്ചി? അത് തന്നെയാടാ അമ്മച്ചി പറയുന്നത്. എലിക്കുളത്ത് മൂപ്പിന്നന്റെ കൊച്ചുമോനാണെന്ന് തെളിയിച്ചു കൊടുക്കണം. ദേ തെറിക്കുത്തരം മുറിപ്പത്തല്. അല്ലാതെ അപ്പം പറയുന്നത് പോലെ ഒരു കരണത്തടിച്ച മറുകരണവും കൂടെ കാണിച്ചു കൊടുത്താലേ എന്റെ പൊന്നുമോനെ ഇക്കാലത്ത് ജീവിക്കാൻ ഒക്കുകയല്ല. നമ്മുടെ കരണത്തടിക്കാൻ വരുന്നവന്റെ കീഴ്നാവ് കിട്ടു തൊഴിക്കണം. അതാ കാലം. നേരെ ഒരുപാടായി. അല്ല, കാശ് പോയതല്ലേ. നാളെ മുതലാളിക്ക് കണക്ക് തീർത്തു കൊടുക്കേണ്ടതല്ലേ. അയ്യോ, ഇതിപ്പോ നിന്റെ അപ്പനും അമ്മയൊക്കെ അറിഞ്ഞ? ഓ, അവരൊന്നും അറിയാൻ പോകുന്നില്ലെന്നേ. അല്ലെങ്കിൽ തന്നെ ഇതിപ്പോ നമ്മുടെ അല്ലേ. എന്റെ കൈ വളയും കഴുത്തെ മാലയും കിടന്ന അച്ഛന്റെ ബുദ്ധിമുട്ടും വിഷമവും തീരൂ. അച്ഛന്റെ ദുഃഖം എന്റെയും കൂടല്ലേ. പണയം വെച്ച തികയത്തില്ലെങ്കിൽ വിറ്റേരെ. ഞാനല്ലേ പറയുന്നത്. വാങ്ങിക്കച്ചായ. ഇല്ല 45 രൂപയാണ്. 15 രൂപയ്ക്ക് 15 രൂപയ്ക്ക് ഇന്നൂരില്ല. നാളെ തരാം ചേട്ടൻ. പോ. എന്നാ വേണ്ട. വേണ്ടേ വേണ്ടേ. സാറേ, കിഴക്കമലയിലോട്ട് എത്ര മീനാണ് ലോഡ് കയറ്റി അയക്കണമെന്നറിയാമോ? അവിടുത്തെ കിഴക്കൻ പത്രോസ് നമ്മുടെ കസ്റ്റമറാണ്. നമ്മുടെ കിഴക്കൻ പത്രോസേ. കർത്താവേ വന്ന അവന്റെ ചുണ്ടില് നീ നമ്മളെ കയറി കൂടെ കൊണ്ടു വെച്ചത് പണ്ടാരണക്കാൻ. നീ ഒരു കാര്യം ചെയ്യ്. നീ ഇതിലേ പോ. ഞാനിതിലേ പോ. നീ അതിലേ പോ. അത് വേണ്ട, ഞാൻ ഇതിലേ പോ. അത് വേണ്ട, ഞാനിതിലേ തന്നെ പോവും. ഹെവൻ ഇതെവിടെ പോയി കിടക്കുന്നു? ചേട്ടാ, ഇതെവിടുന്ന്? ചേട്ടാ, ഞാൻ ചുണ്ടൽ ഇതൊന്നും ഊരി തരാ. ഊരി തരാടാ. നിന്റെ എല്ലാം ഊരി തരാടാ. മനുഷ്യനെ പറ്റിക്കുന്നേ. അയ്യോ, ഇതെന്താണോ സൈക്കിൾ ചവിട്ടിക്കൊണ്ടുവരുന്നത്? താഴത്ത് കൂടെ ഉരുട്ടിക്കൊണ്ടുവന്നാ പോരെ. എനിക്ക് ഒന്നും പറ്റിയില്ലല്ല. വീഴാഞ്ഞത് ഭാഗ്യം. വീഴാത്ത ഭാഗ്യം എന്റെ നടുവടിഞ്ഞ്. അല്ല, ഞാൻ വീഴാഞ്ഞത് ഭാഗ്യം. ഒന്ന് താനെന്നെ ബ്ലോക്ക് ചെയ്യലോ. എനിക്ക് അത്യാവശ്യം വഴി ചോന്ന് നിൽക്കണോ. ആ വാളിനടച്ചടോ. വാതില് നടക്കടോ. ഓഹോ, നീ പിന്നെ വന്നാ? ഞാൻ വന്നതല്ല, ഞാൻ പോവേണ്. അയ്യോ 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 അയ്യോ, ഒന്നും ചെയ്യല്ല, ഒന്നും ചെയ്യല്ല. മടച്ചുണ്ടാക്കിയ കാശാടി കൊള്ള പൊലയോടി പോളെ. എന്തോ നിങ്ങ അങ്ങനെ വിളിച്ചോ? എനിക്കിഷ്ടാ. എന്റെ ജീവിതത്തിൽ ഒറ്റ ആളെ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. നിന്റെ തന്തയായിരിക്കും. അല്ല, എന്റെ ചേട്ടൻ. അതാരാടി ആത്തണ്ടി? ഈ പോഞ്ഞിക്കരയപ്പെ അറിയാൻ മേലാത്ത ഏതവനാണ് പുതുതായി കടപ്പുറത്ത് വന്നതെന്ന് ഞാൻ പെണ്ണിനോട് ചോദിച്ചു. അപ്പോഴാണ് പെണ്ണ് പറയണത് കിഴക്കൂന്നാന്ന്. കിഴക്കാട്ടൊന്നും ഞാൻ തല്ലിന് വന്നിട്ടില്ല. അന്ന് തന്റെ മീനിലോട് അവന്മാർ അടിച്ചു മാറ്റിയപ്പോ ഒരു വാക്ക് എന്നാട് പറഞ്ഞിരുന്നേ. അപ്പച്ചട്ടമ്പിയുടെ പെങ്ങളാ മേരി എന്നുള്ളത് സത്യത്തിൽ എനിക്ക് അറിയാൻ മേലായിരുന്നു കേട്ടോ. ഞാൻ അങ്ങാട്ടൊന്നും വന്നിട്ടില്ലേലും എന്റെ പേര് പറഞ്ഞ അവളെയൊക്കെ അറിയണല്ല. പൂഞ്ഞിക്കര അപ്പാന്ന് പറഞ്ഞ അറിയാത്തവരാരുണ്ട്? എനിക്കറിയാം. നിനക്കറിയോ? എവിടെ അറിയാൻ?
ഈ തരകന് മീൻ കയറ്റാനുള്ള ലൈസൻസ് ഉണ്ടെന്നൊക്കെ പറയണ വെറുതെയാണ്. ദേ പണ്ട് ഈ കടപ്പുറം മുഴുവൻ എന്റെ ദേ ഈ കൈവെള്ളയിലായിരുന്നു. ഞാൻ വേണ്ടെന്ന് വെച്ച പിന്നെയാണ് അവങ്കണത് കളിക്കണത്. യാതായാലും നാളെ ഉമ്മക്കൊന്നിച്ചൊരു പുടി പിടിക്കാം. എന്റെ തലവെട്ടം കണ്ടാലേ തരകനല്ല അവന്റെ തന്ത പോടും. എനിക്ക് എങ്ങനെയും ഈ കച്ചവടം നടന്നാൽ കൊള്ളാവുന്നുണ്ട്. മാന്യമായിട്ടൊരു വീതം ചട്ടമ്പിക്ക് തരികയും ചെയ്യും. ആ അതേളം ഇല്ലേ എല്ലാവരും ദേ ഈ പിച്ചാത്തി പിടിക്കിരിക്കും. എന്റെ അല്ലോ, നമുക്ക് കലാപ്രവർത്തനം തന്നെയാണ് നല്ലത്. ഒന്ന് മിണ്ടായിരിക്കടാ മണക്കൂ. എന്നാ ഞങ്ങൾ നാളെ വരാം. ഏതായാലും ഒരു ലോഡ് മീനും കൊണ്ട് ഇവിടെ നിന്ന് പോകുന്നുള്ളൂ തീരുമാനിച്ചതാ. ഇന്നൊരു ദിവസം പോയത് പോട്ടെ. അയ്യാ ആശാന്റെ ഏരിന് വിലമൊട്ടും കുറഞ്ഞിട്ടില്ല. ഇച്ചിരി കൂടിയിട്ടുണ്ടോ ഒരു സംശയം. അതെ അതെ. അയ്യോ കേട്ടടാ ആ കേട്ടടാ. കേറ്റ്. അവൻ ഇത്രയും ധൈര്യത്തിൽ പിന്നെ വരാൻ കാര്യമെന്താടാ? കൂട്ടിന് ആ അപ്പച്ചടമയുണ്ട്. ആ ചാളമേരിയുടെ ആങ്ങളം അപ്പച്ചട്ടമ്പിയ. അങ്ങോട്ട് കേട്ടെ അങ്ങോട്ട് കേട്ടെ. വേഗം അന്ന് നിന്നെ മ്യാല് നോവിക്കാതെ വിട്ടത് ആദ്യത്തെ തവണ ആയതുകൊണ്ടാണ് കേട്ടാ. ഇന്നെന്റെ പൊന്നുമോന്റെ മേലിമ്പിരി നോക്കി നിൽക്കാണ്ട് അറിയണവനെ. പോകരുത്. എന്റെ ചവത്തേച്ച വിട്ടാണ് അവന് ദേഹത്തോടാൻ പറ്റല. ആ എന്നാൽ ആദ്യം അവന്റെ ചവം അങ്ങാട്ടെട്. അവനെ അങ്ങാട് കുത്തിക്കൊല്ലും. എന്നിട്ട് അവന്റെ ചവത്തിന്റെ പുറത്താടെ ചവിട്ടി അവനിട്ടൊന്ന് കൊടറോ. ഷംസു അടുക്കരുത്. അപ്പേണ പറയണ അടുക്കരുത് അടുക്കരുത്. മീനൊക്കെ ഇങ്ങോട്ട് ഇറക്കടാ. കൊണ്ടുപോടാ പോകടാ.
നിനക്ക് ലൈസൻസ് വന്നത്? നിന്റെ അമ്മായിയപ്പന. കടൽ നിന്റെ അപ്പന്റെ വകയാണ്. കടലിലെ മീൻ ആർക്കും പിടിക്കാടാ. കൈ കാശുണ്ട് ആർക്കും വാങ്ങിക്കാം. ഞാൻ വാങ്ങിയ മീൻ എന്റെ മീനാ. അത് ഞാൻ കൊണ്ടുപോകും. എടി എടി മേരി, എടി ചോളെ, എടി അവിടെ നിൽക്കാൻ. എടി ചാളെ, നീ നിന്റെ ആ പുളുന്താൻ ആങ്ങളെയും കൂടെ എന്നെ പറ്റിക്കായിരുന്നല്ലേ? അയ്യേ 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 അയ്യേ, ഞങ്ങ അത്തരക്കാരല്ല കേട്ടാ. എന്റെ ആങ്ങളെ ഈ സേവിച്ചോണ്ടിരിക്കയാണ്. ഇല്ലേ കാണായിരുന്ന പൂരം. ഓ, അല്ലെങ്കിൽ അയാൾ ഒരുപാട് ഒലത്തിയനെ. ചുടലി കരടാവി. ഓ എന്ത് ക്ഷീണം. നല്ലൊരു അടി അടിച്ചിട്ട് കുറെ നാളായല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോ കുറെ എണ്ണത്തിന് ഒത്തു കിട്ടിയത്. ഉള്ള കാര്യം തുറന്നു പറയണമല്ല. മുഖസ്തുതി പറയുന്നു വിചാരിക്കരുത്. ആശാൻ കലക്കി. കലക്കാനിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ കണ്ടോ?